എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വിഴിഞ്ഞത്തെത്തി. ഈ ചാനലിൻ്റെ വളർച്ചയിൽ വിഴിഞ്ഞം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കുറഞ്ഞത് മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും വിഴിഞ്ഞത്തെ അപ്ഡേറ്റ് ചെയ്യുവാനും ഇവിടെ സ്ഥിരമായി എത്തുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ പ്രശ്നങ്ങൾ കാരണം വളരെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നി. അപ്പോൾ വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ പണി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി വേഗത്തിൽ പൂർത്തിയാക്കുവാനാണ് അദാനി കമ്പനി ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ചെയ്യുവാനായി വിഴിഞ്ഞത്തിൻ്റെ പദ്ധതി പ്രദേശത്തേക്ക് ഒന്ന് ചുറ്റിക്കിറങ്ങി. വളരെ ശാന്തമാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഈ സൈറ്റിൽ, പോർട്ട് സൈറ്റിൽ പണി നടക്കുന്നില്ല. അവർക്ക് അവധിയാണെന്ന് തോന്നുന്നു. എന്തായാലും നാളെ മുതൽ അതിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ള വർക്ക് നടക്കുമെന്നാണ് തോന്നുന്നത്. നിർമ്മാണ പ്രതിസന്ധികൾക്ക് ശേഷം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ഡ്രഡ്ജിംഗ് തുടങ്ങും. ഇതിനായി ശാന്തിസാഗർ 10 എന്ന ഡ്രഡ്ജർ കൊല്ലത്തെത്തിയിട്ടുണ്ട്. അത് ഉടൻ വിഴിഞ്ഞത്തെത്തും. കൂറ്റൻ ക്രെയിനുകളും എസ്കലേറ്ററുകളും എത്തിച്ചേരും. കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിച്ച് നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നു. കല്ലുകൾ എത്തിക്കുന്നതിനുള്ള സ്പ്ലിറ്റ് ഓപ്പൺ ബാർജുകൾ കൊല്ലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ദിവസം 7000 മെട്രിക് ടൺ കല്ലുകളാണ് കടലിൽ നിക്ഷേപിച്ചിരുന്നത്. അത് 10,000 മെട്രിക് ടണ്ണായി ഉയർത്തും. പുലിമുട്ട് കരയിൽ നിന്ന് 1350 മീറ്ററോളം ദൃശ്യമാകുന്നുണ്ട്. കടലിനുള്ളിൽ 1850 മീറ്റർ വരെ ആയിട്ടുണ്ട്. ആദ്യഘട്ട പുലിമുട്ടിന് 2500 മുതൽ 2600 മീറ്ററാണ് വേണ്ടിവരുന്നത്. ബെർത്ത് നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ബെർത്തിനും കരയ്ക്കുമിടയിലുള്ള ഭാഗം മണ്ണിട്ട് നികത്തും. ഇവിടെയാണ് കണ്ടെയ്നറുകൾ കരയിലേക്ക് എത്തിക്കുന്ന ക്രെയിനുകൾ സ്ഥാപിക്കുന്നത്. മെയ് മാസത്തോടെ ഈ ക്രെയിനുകൾ എത്തിച്ചേരുമെന്ന് പറയുന്നു. ഇത്രയും ആയാൽ തന്നെ ആദ്യഘട്ട പ്രവർത്തനം പൂർത്തിയാകും. ഇപ്പോൾ 2 ബാർജുകൾ കൂടാതെ 10ഓളം ബാർജുകളും ഉടനെ എത്തിച്ചേരും. പ്രതിദിനം 126 ലോഡ് കല്ല് ഇപ്പോൾ തുറമുഖത്ത് എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഇവിടുത്തെ ക്വാറികളിൽ നിന്നും ഉള്ള കല്ലുകൾ ഉടനെ തന്നെ എത്തിച്ചു തുടങ്ങും. 500-ലധികം തൊഴിലാളികൾ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയാണ്. പുലിമുട്ടിൽ സ്ഥാപിക്കുവാനുള്ള അക്രോപാഡുകളുടെ നിർമ്മാണവും വേഗത്തിലാക്കിയിട്ടുണ്ട്. 1.7 കിലോമീറ്റർ അപ്രോച്ച് റോഡിൽ 600 മീറ്ററാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതമായ 816 കോടി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിന് നൽകുന്നത് വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നിർമ്മാണ ഘട്ടത്തിൽ 408 കോടിയും പദ്ധതി കമ്മീഷൻ ചെയ്ത ശേഷം ബാക്കി തുകയും എന്നതാണ് കരാറിലുള്ളത്. ഇതിനോടൊപ്പം സംസ്ഥാന വിഹിതമായ 812 കോടിയും നൽകും. മൊത്തം 87 ലക്ഷം ടൺ കല്ലാണ് ആവശ്യമുള്ളത്. 40.23 ലക്ഷം ടൺ സംഭരിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 46.77 ലക്ഷം ടൺ ആണ്. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 18.75 ലക്ഷം ടൺ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കല്ല് ലഭിക്കുന്ന 2 ക്വാറികൾ കൂടാതെ 5 ക്വാറികൾക്ക് കൂടി പാരിസ്ഥിതിക അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും അപ്ഡേറ്റുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.